പീഡനം പീഡനം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏത് തരത്തിലുള്ള പീഡനമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശാരീരികമായ പീഡനമാണോ അതോ? വീട്ടിലെ കംപ്ലീറ്റ് ജോലികൾ ഞാനാ ചെയ്യുന്നത്. ആ തുണി മൊത്തം ഞാൻ അലക്കി അത് മടക്കി അലമാരി വെക്കണം. തറ മൊത്തം തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കണം. പിന്നെ ചെടിക്കുള്ളത് വെള്ളം മൊത്തം ഞാൻ ഒഴിക്കണം. പിന്നെ ആഹാരം പാചകം ചെയ്യുന്നത് ഞാൻ എന്നെ കൊണ്ട് അവളെല്ലാം ചെയ്യിക്കുകയും ചെയ്യും. ഇത്രയും ചെയ്യുന്നതിനാണോ ഈ ഭാര്യയെ പീഡിപ്പിക്കുന്നു എന്ന് താങ്കൾ പറയുന്നത്? താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലുള്ള ഒരു കുടുംബമായ പരസ്പരം സൗഹൃദത്തോടെ ജീവിക്കുന്നതാണ് നല്ലത്. അതെ, ചോറ് വെക്കുന്നതും മലക്കറി അരിയുന്നതും തേങ്ങാ തിരുവി കൊടുക്കുന്നതും ഞാൻ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്കിപ്പോൾ വീട്ടിലെ തറ തുടയ്ക്കണമെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങോട്ടെടുത്ത് അതിനകത്ത് കുറച്ച് പൊടി അങ്ങോട്ടിട്ട് മൂപ്പ് മുക്കി അങ്ങ് തുടച്ചാൽ പോരെ. അതിന് നിങ്ങൾ എന്തിനാ ഇത്രയും പ്രയാസപ്പെടുന്നു? അത് നിങ്ങൾക്ക് തുണി അലക്കണമെങ്കിലേ ആ വാഷിംഗ് മെഷീനിലോട്ടിട്ട് 3 വിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉണക്കിയും എടുക്കാം. അതിനുള്ള കാര്യമുള്ളൂ. ചെടി നനയ്ക്കണമെങ്കിലേ ഒരു ടാപ്പ് ഒരു ഓസും മതിയല്ലോ, അത് വെച്ച് നമുക്ക് ചെടി നനയ്ക്കാം. പിന്നെ ചോറ് വെക്കുന്ന കാര്യമാണ്. ഒരു നാഴി അരി എടുത്ത് ഒരു 3 ഗ്ലാസ് വെള്ളത്തിനകത്തെടുത്ത് കുക്കറിനകത്തിട്ട് ഒരു 3 വിസിൽ കേട്ടാൽ ചോറായി. ഇത്രയുള്ള കാര്യം. അവളെ ഇടയ്ക്ക് സാമ്പാർ വെക്കണമെന്ന് പറഞ്ഞിട്ട് തോന്നുന്നു. അത് വളരെ എളുപ്പമുള്ള കാര്യമില്ലേ. നമ്മൾ ആവശ്യത്തിന് കുറച്ച് മലക്കറി എടുക്കണം, എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇവയെല്ലാം കൂടി എടുത്ത് ഒരു കുക്കറിനകത്ത് ഇടണം. കുക്കറിനകത്ത് നല്ല ഇട്ട് കഴിയുമ്പോൾ അതിന് ശേഷം 3 വിസിൽ കേൾക്കും. 3 വിസിൽ കഴിക്കുമ്പോൾ എടുത്തോണം, അല്ലെങ്കിൽ എല്ലാം കലങ്ങിപ്പോവും. ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾക്ക് വിവാഹമോചനം ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വിവാഹമോചനം വേണ്ട സാറേ, വേണ്ട. വളരെ നല്ല തീരുമാനം. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള കാര്യം എന്താ? ജഡ്ജിയായ അങ്ങ് എന്നേക്കാൾ ഗതികേടിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം വേണ്ട.